ഗൈസ്, വെൽക്കം ടു അവർ തായ്ലൻഡ് ട്രാവൽ സീരീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാങ്കോക്കിലെ സഫാരി വേൾഡ് ആണ്. ഗൈസ്, അപ്പോൾ പാക്കേജ് ഇല്ലാതെ നമ്മുടെ തായ്ലൻഡ് വിസിറ്റിനെ പറ്റിയുള്ള ആ ഒരു സീരീസ് വീഡിയോസിൻ്റെ കണ്ടിന്യൂഷനാണത്. ഇത്തവണ നമ്മൾ കാണാൻ പോകുന്നത് സഫാരി വേൾഡാണ്. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 7-Eleven കയറിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ കാണുന്ന സ്റ്റോർ 7-Eleven സ്റ്റോറാണ്. ബാങ്കോക്കിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്, തായ്ലൻഡിൽ ഉടനീളമുള്ള സ്റ്റോഴ്സാണ്. അപ്പം അവിടെ കയറിയിട്ട് നമുക്ക് ഒരു ബ്രെഡ് ചീസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ അവർ അത് ചൂടാക്കി തരും, ചായയും കാപ്പിയും എല്ലാം കിട്ടും. അപ്പോൾ അവിടുന്ന് നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. വളരെ ചീപ്പായിട്ടുള്ള ഓപ്ഷനാണ് 7-Eleven. നമ്മൾ ഫസ്റ്റ് വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ. പേഴ്സണലി മെസ്സേജ് ചോദിച്ചു. അവർക്ക് എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്ത ഒരേ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ 7-Eleven ആണ്. അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതുപോലത്തെ ഒരു സ്റ്റോർ നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെൽ ആൻഡ് ഗുഡ് എന്നെനിക്ക് തോന്നി. കാരണം ഇത്രയും ചീപ്പായിട്ടുള്ള ഒരുപാട് ഫുഡ് ഓപ്ഷൻസും എല്ലാം സാധനങ്ങളും ഉള്ള ഒരു ഔട്ട്ലെറ്റ് നമ്മുടെ ഇവിടെ ഇല്ല. ബേസിക്കലി മുംബൈയിൽ ഒരു 7-Eleven വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ ഈ കാണുന്ന ഐറ്റം തായ് മിൽക്ക് ടീ ആണ് കേട്ടോ. നമ്മൾ തായ് മിൽക്ക് ടീ വേണമെന്ന് പറയുമ്പോൾ അവർ അവിടെ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിക്കായിട്ടുള്ള ചായ ആയിരുന്നു, നല്ല തിക്കായിരുന്നു. അപ്പം ഞാൻ ഒരു തവണ കുടിച്ചുള്ളൂ. പക്ഷേ ഒരു ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. മോശമെന്ന് പറയില്ല, പക്ഷേ നല്ല തിക്കായിട്ടുള്ള ഒരു പ്രത്യേക ടൈപ്പ് ഒരു ടീ ആണ്, ടേസ്റ്റൊക്കെയുള്ള ടീ ആണ്. പക്ഷേ നമുക്ക് അത്രയും കട്ടിയുള്ള കുടിച്ച് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് ഫസ്റ്റ് ടൈം കുടിക്കാൻ കുറച്ച് ഇത് തോന്നും. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഇത് നമ്മുടെ നാട്ടിലും അവൈലബിൾ ആയിട്ടുള്ള കപ്പ് നൂഡിൽസാണ്. അവിടുത്തെ ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ നമുക്ക് 7-Eleven തന്നെ നമുക്ക് കപ്പ് നൂഡിൽസൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള സെറ്റപ്പും അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 7-Eleven ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബോൾട്ട് വഴി ഒരു ക്യാബ് ബുക്ക് ചെയ്തു. നമ്മൾ നേരെ സഫാരി വേൾഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സഫാരി വേൾഡിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് ക്ലൂക്ക് വഴി ബുക്ക് ചെയ്യാം. ക്ലൂക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റോ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് നേരിട്ട് അവിടെ ചെന്നിട്ടാലും ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സഫാരി വേൾഡും മറൈൻ പാർക്കും ഒരുമിച്ചുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്താണ് ഏറ്റവും നല്ലത്. അതുകൂടാതെ തന്നെ അതിനകത്ത് ലഞ്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലഞ്ച് എടുത്തില്ല, കാരണം നമ്മൾ നേരത്തെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതിനകത്ത് ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഫ്രൂട്ട്സും അല്ലാതുള്ള റിഫ്രഷ്മെൻറ്റ് ഐറ്റംസും ഷോപ്സൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ലഞ്ച് എടുത്തില്ല, നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ ലഞ്ചിൻ്റെ എടുക്കുക, നമ്മൾ ടിക്കറ്റിന് മാത്രം അവിടുന്ന് നമ്മൾ ഓൺലൈൻ ക്ലൂക്ക് വഴി എടുത്തിട്ട് പോകുമായിരുന്നു. പിന്നെ ഇതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്ക് ഈ എൻറ്റയർ ഇതിന് പുറത്ത് ഉള്ള മൃഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് ഓപ്പൺ ഏരിയയിൽ കാണാനായിട്ടുള്ള ഒരു ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ ആ ബസ്സിന് എനിക്ക് ഏകദേശം ഒരു 80-100 ബാത്തിനകത്താണ് റേറ്റ് ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് നമുക്ക് അത് ടൈമിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈം അനുസരിച്ച് നമ്മൾ ബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് അതും കൂടെ കണ്ടിട്ട് നമുക്ക് സഫാരി വേൾഡ് എക്സ്പീരിയൻസ് ഫിനിഷ് ചെയ്യാം. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ടാക്സി എനിക്ക് തോന്നുന്നു കൊറോള ഓൾട്ടീസ് ആണ് കേട്ടോ. കൊറോള ഓൾട്ടീസും ക്യാമറയൊക്കെയാണ് ഞാൻ കണ്ട ഏറ്റവും ടാക്സി നമ്മൾ ബാങ്കോക്കിലെ. നമ്മളങ്ങനെ സഫാരി വേൾഡ് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് ഇന്ത്യൻസിനെയും മലയാളീസിനെയും കാണാൻ പറ്റുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാരണം മിക്ക ആൾക്കാരുടെ ഐറ്റിനറിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു മേജർ സാധനമാണ് ഈ ഒരു സഫാരി വേൾഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം വാങ്ങിക്കിട്ടൊരു സാധനമാണ് കേട്ടോ തൊപ്പി. ഉറപ്പായിട്ടും വാങ്ങിച്ചിരിക്കണം. നമുക്ക് ടിക്കറ്റും സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ ഓൺലൈനാണ് ടിക്കറ്റ് എടുത്തത്. എന്നിട്ട് ഇവിടെ ഒരു കൗണ്ടർ നമ്പർ 19 കൊണ്ടുപോയി നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുത്ത് പ്രിൻ്റ് ടിക്കറ്റ് തരും. 1989 ഈ സഫാരി വേൾഡ് ഓപ്പൺ ആയിട്ടുള്ളത്. സഫാരി വേൾഡ് പബ്ലിക് ലിമിറ്റഡിൻ്റെ കീഴിലാണ് മറൈൻ പാർക്കും സഫാരി പാർക്കും കൂടെ ചേർന്ന ഏകദേശം 200 ഏക്കറിൽ ഉള്ള ഈ ഒരു വലിയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഒരുപാട് മൃഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു അട്രാക്ഷൻ മസായി ജിറാഫുകളുടെ 200-ലധികം വരുന്ന ഒരു വലിയ ഒരു ഏരിയ തന്നെയുണ്ട്. നമ്മൾ ഓൺലൈൻ എടുത്ത ടിക്കറ്റിൻ്റെ പ്രിൻ്റഡ് വേർഷൻ കിട്ടിയിട്ട് അത് ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. കയറുമ്പോൾ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവരെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫോട്ടോ സ്പോട്ട്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ഒരുപാട് ഫുഡ് സ്പോട്ടുകളും കാര്യങ്ങളുണ്ട്. പിന്നെ ഫ്രൂട്ട്സും ഒരുപാട് അവൈലബിൾ ആണ്. വെള്ളം നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ അവർ വെള്ളം എടുത്ത് വെക്കും. അവിടെ വെള്ളം പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല, അവർ എടുത്ത് വെക്കും. നമുക്ക് അകത്തുനിന്ന് പക്ഷേ വെള്ളം വാങ്ങിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ നമ്മൾ കയറുന്ന വഴിക്ക് തന്നെ ഇവിടെ ഒരുപാട് സ്റ്റോൾസ് കാണാൻ പറ്റും.
ബേസിക്കലി ഷോപ്പിങ്ങിനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നമ്മൾ ഇവിടെ അല്ലാതുള്ള ഷോപ്പിംഗ് സ്ഥലത്തൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ റേറ്റ് കുറച്ച് നമുക്ക് സാധനങ്ങൾ അവൈലബിൾ ആണ്. നമ്മൾ തൊപ്പി വാങ്ങിച്ചില്ല, നമ്മൾ പക്ഷേ ഇവിടുന്ന് തൊപ്പി വാങ്ങിക്കേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തൊപ്പി മേടിച്ചു. അപ്പോൾ നിങ്ങൾ വരുവാൻ നിങ്ങൾ നേരത്തെ തൊപ്പി കൊണ്ടുവരിക, അതാണ് ബെറ്റർ ഓപ്ഷൻ. കാരണം ഇവിടെ പുറത്തേക്കാൾ ഏകദേശം ഒരു 100 രൂപ, ഇന്ത്യൻ റുപ്പി 100 രൂപ അല്ലെങ്കിൽ 150 രൂപ കുറച്ച് കൂടുതലാണ്. പിന്നെ അത്യാവശ്യം അത് ചൂടുള്ള സമയം തന്നെ ഇവർ സ്പ്രിംഗ്ലേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സഫാരി വേൾഡ് വരുമ്പോൾ നിങ്ങൾ മാക്സിമം നേരത്തെ തന്നെ എത്താൻ നോക്കുക. കാരണം ഇവിടെ ഒരുപാട് ഷോസ് നടക്കുന്നൊരു സ്ഥലമാണ്. പ്രത്യേകിച്ചും ഒറാങ്കുട്ടൻ ഷോ, എലിഫൻറ്റ് ഷോ, ഡോൾഫിൻ ഷോ, പിന്നെ സ്റ്റൺ ഷോ, അങ്ങനെ. അപ്പോൾ ഈ ഷോസിനെല്ലാം പല ടൈമിങ്ങാണ്. നമുക്കൊരു നേരത്തെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഷോയും നമുക്ക് ഓൾമോസ്റ്റ് കണ്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പം നേരെ പോകുന്നത് ഇവിടുത്തെ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കാണാൻ പോകുന്ന ഷോ ആദ്യം ഒറാങ്കുട്ടൻ ഷോ ആണ്. അപ്പം അത് കാണാനായിട്ടുള്ള ഓഡിയൻസാണ് ഈ ഇരിക്കുന്നത്, ഒരുപാട് പേരുണ്ട്. ഇത് ശരിക്കും പറയാൻ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോ ആണ്. കാരണം ഒറാങ്കുട്ടനെ പോലുള്ള ഒരു അനിമലിനൊക്കെ വെച്ച് ഒരു പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തിട്ട് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് വളരെ പെർഫെക്റ്റ് ടൈമിങ്ങോട് കൂടി ഓരോ ഇതിനകത്ത് ഈ സ്റ്റേജിൽ നമ്മൾ കാണുന്ന ഓരോ ഒറാങ്കുട്ടനും ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക് ടാസ്ക് ഉണ്ട്. അവരെല്ലാം അത് പക്കയായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു റെസ്ലിങ്ങിൻ്റെ ഒരു സെറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. ആൾക്കാരൊക്കെ വളരെ എൻജോയ് ചെയ്താണ് ഈ സംഭവം കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇത് ഫസ്റ്റ് ഷോ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ അവർക്ക് കിട്ടിയ ഒരു റെസ്പോൺസ് വളരെ ഗ്രേറ്റ് ആയിരുന്നു. ഇതിന് ശേഷം കുറച്ച് പേര് പോയി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഗ്രാം മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ടോപ്പായിട്ട് അവർ നല്ല ക്വാളിറ്റിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒറാങ്കുട്ടൻ ഷോ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ജിറാഫ് ടെറസിലേക്കാണ്. ഏകദേശം 200-ൽ പരം മസായി ജിറാഫ് ഇവിടെ അവർ പാർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ടെറസ് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മേളിൽ നിന്ന് നമുക്ക് അവരെ ഫീഡ് ചെയ്യാൻ പറ്റും. ജിറാഫിനെ തൊടാനും അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇവർ ക്ലെയിം ചെയ്യുന്നത് വേൾഡിൽ തന്നെ 200ഓളം ജിറാഫ് ഇങ്ങനെ സ്റ്റേ ചെയ്യുന്ന ഒരേ ഒരു സ്ഥലമാണ് ഇതെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കായിരുന്നുണ്ടാവും. ജിറാഫിനെ അടുത്ത് കാണാനും ഫോട്ടോ എടുക്കാനും തൊടാനൊക്കെ പറ്റുന്ന അപൂർവം ചില നിമിഷങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ജിറാഫിനെ കാണാം, ജിറാഫിനെ തീറ്റ കൊടുക്കാം. അപ്പോൾ അവർ അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ജിറാഫിനെ കാണാൻ തുടനൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ഷോ വരുന്നുണ്ട്. അടുത്ത ഷോ എന്ന് പറയുന്നത് എലിഫൻറ്റ് ഷോ ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വെള്ളംകുടി പരിപാടിയൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് എലിഫൻറ്റ് ഷോ ഒന്ന് കാണാം. അങ്ങനെ വെള്ളാനകളുടെ നാടെന്നറിയപ്പെടുന്ന തായ്ലൻഡിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എലിഫൻറ്റ് ഷോ കാണാം. ഇവിടെ ബേസിക്കലി ഇതും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഷോ ആണ്. ഒരുപാട് എലിഫൻറ്റ്സ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ബേസിക്കലി ചെയ്യുന്നത് വെച്ചാൽ ഇതും ഈ പറയുന്ന പോലെ ഓപ്പൺ ഷോ ആണ്. അപ്പം ഇവിടെ എലിഫൻറ്റ്സ് വന്നിട്ട് അവർ ഓരോരോ ടാസ്കുകളും പരിപാടികളൊക്കെ ചെയ്യും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള പരിപാടികളൊക്കെയാണ്, ഫൺ ആക്ടിവിറ്റീസൊക്കെയാണ് ഇവിടെ ഉള്ളത്. ബേസിക്കലി അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളും അവരെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്. ഇതുവരെ അങ്ങനെ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കേട്ടുള്ളത്. പക്ഷേ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. എലിഫൻറ്റ് ഷോ കാണാൻ വരുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നനയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഫ്രണ്ടിലൊക്കെ വലിയ ബൗളിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇടയ്ക്ക് എലിഫൻറ്റ് വന്നിട്ട് വെള്ളം ചീറ്റുകയൊക്കെ ചെയ്യും. അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി നനയെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു അടിപൊളി ഷോ ആണ്. ഈ കാണുന്നത് സൗത്ത് അമേരിക്കയിലുള്ള ഒരു മാമലാണ്, അൽപ്പാക്ക എന്നാണ് പേര്. പക്ഷേ ഇപ്പം പല സ്ഥലത്തും ലോകത്തിന് പല ഭാഗത്തും ഉണ്ട്. പ്രത്യേകിച്ച് നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയയിലൊക്കെ കാണപ്പെടുന്ന ഒരുപാട് രീതിയിൽ ഗ്രോ ചെയ്യിക്കുന്ന ഒരു മാമലാണത്. പിന്നെ ഇത് നിങ്ങൾക്കറിയാലോ, കങ്കാരു ആണ്. കങ്കാരുവിൻ്റെ തന്നെ ഒരു ഓപ്പൺ ഏരിയ അവിടെയുണ്ട്. അപ്പം ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കങ്കാരൂസ് അവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന പല കളറിലുള്ള സാധനം ക്യാപ്സിക്കം കേട്ടോ. കങ്കാരുവിനെ ഫീഡ് ചെയ്യാനുള്ള സാധനമാണ്. 200 ബാത്ത് കൊടുത്താൽ നമുക്കും പോയി ഫീഡ് ചെയ്യാം. 200 ബാത്ത് കൊടുത്ത് ഫീഡ് ചെയ്യണ്ടെന്ന് കരുതി നമ്മൾ മുന്നോട്ട് നടന്നു. അപ്പോഴാണ് നമ്മൾ ബേബി ക്യാമലിൻ്റെ സ്ഥലത്തെത്തിയത്. ഇവിടെയും 200 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്പീരിയൻസിന് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. ബേബി ക്യാമൽസിനൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും. ഒരു നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റാത്തൊരു ഐറ്റം, അത് നമുക്കിവിടെ വന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ കുറച്ച് ഫാമിലീസ് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഈ സംഭവം ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക്
ഒരു ക്യാമലിനെ ഫീഡ് ചെയ്യാൻ കണ്ടില്ല, അവിടെ പഴമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ സംഭവം ചെയ്യാം. 200 ഭാഗത്താണ് അവർ മേടിക്കുന്നത്. പക്ഷേ ഇത് ബേബി ക്യാമലല്ല കേട്ടോ, ഇത് വലിയ ക്യാമലാണ്. ആസ് യൂഷ്വൽ ഇവിടെ ബേഡ്സിൻ്റെയും ഒരുപാട് ഏരിയ നമുക്ക് കാണാനുണ്ട്. അതിൽ തന്നെ എനിക്ക് ഏറ്റവും അട്രാക്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഫ്ലെമിംഗോടെ അവരെ പാർപ്പിച്ചിരിക്കുന്ന ഈ ഒരു വലിയ കേജാണ്. ഇതിൻ്റെ കളറ് വളരെ അട്രാക്റ്റീവ് ഒരു കളറാണ്. നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കളറാണ്. പക്ഷേ നല്ല നെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നെറ്റിൻ്റെ ഇടയിലൂടെയൊക്കെ എടുത്താലേ നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടുള്ളൂ. പക്ഷേ കുറച്ച് നല്ല അടിപൊളി വിഷ്വൽസൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫ്ലെമിംഗോയെ കണ്ടല്ലോ അല്ലേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്പൈവാറാണ്. ഇത് ബേസിക്കലി ഒരു സ്റ്റൺ ഷോ ആണ്. നമ്മളിപ്പോൾ ഈ രാമോജി ഫിലിം സിറ്റിയിലൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. അവിടെ നമ്മൾ ഒരു സിനിമ സീക്വൻസ്, ഒരു ആക്ഷൻ സീക്വൻസ് അവർ സെറ്റിട്ട് ചെയ്ത് കാണിക്കും. അതേപോലത്തെ സിമിലർ ആയിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും. സ്പൈവാർ എന്നാണ് അവർ പേര് കൊടുത്തിട്ടുള്ളത്. നല്ല തിരക്കുള്ളൊരു ഐറ്റമാണ്. ഇതും നല്ല അത്യാവശ്യമായിട്ട് വെൽ പ്ലാൻഡായിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഫൈറ്റും നല്ല ആക്ഷൻ സീക്വൻസും ബോംബ് ബ്ലാസ്റ്റും വെടിവെപ്പും സ്പീഡ് ബോട്ടിലെ ചേസും അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉള്ള ഒരു നല്ലൊരു ഐറ്റമാണിത് സ്പൈവാർ എന്ന് പറഞ്ഞ്. അപ്പം ഇവിടെയും നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഷോ ആണിത്. അങ്ങനെ സ്റ്റൺ ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു തൊട്ടടുത്ത് ഒരു സീബ്ര ഐസ്ക്രീം കിട്ടും. അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ആ കടയിൽ കയറിയപ്പോഴത്തേനും അവിടെ ഒരു മൂങ്ങയെ ഒരു ഷോക്കേസിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നു. ആശാൻ അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ വരുന്നത് കഴിക്കുന്നതൊക്കെ നോക്കിയിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ കാണുന്നതാണ് സീബ്ര ഐസ്ക്രീം. ഇത് ഇവിടുത്തെ ഒരു യുണീക്ക് ഐറ്റമാണ്. ഇത് കണ്ടിട്ട് ആൾക്കാർ ഒരുപാട് പേര് ഒന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇത് വേറെ ഒരുപാട് ഐറ്റംസും ഈ ഷോപ്പിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ വന്നാലും ഇവിടെ നിന്ന് കയറാൻ ശ്രമിക്കുക. സഫാരി വേൾഡിലെ ഷോയിൽ കണ്ടിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഷോയാണ് അടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അത് ഡോൾഫിൻ ഷോ ആണ്. അത് ഈ കാണുന്ന ഒരു പവലിയൻ എന്ന് പറഞ്ഞാൽ ഡോൾഫിൻ ഷോ നടക്കുന്ന ഒരു ഏരിയയാണ്. ഡോൾഫിൻ ഷോയുടെ ഏകദേശം ആ ഒരു സമയത്ത് തന്നെ ഒരു ബേർഡ് ഷോയും കൂടെ പാരലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആൾക്കാർ കുറച്ച് കുറവാണ്. പക്ഷേ ഒരുപാട് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുള്ള ഷോയിൽ ഒന്നാണിത്. പിന്നെ മാത്രമല്ല ഇവിടെ ഇന്ത്യൻസ് കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യം കുറേ നേരം ഒരു പാട്ടൊക്കെ ഇടും. അപ്പോൾ നമ്മൾ ഇന്ത്യൻസിനെ ഒന്ന് മൂഡാക്കാനും നമുക്കൊരു എനർജി തരാനൊക്കെ ആയിട്ട് ഇവർ നമ്മുടെ ഹിന്ദി പാട്ടുകളൊക്കെ ഇട്ട് ആൾക്കാരെയൊക്കെ ഒന്ന് ഓളം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോൾഫിൻ ഷോ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാണാൻ പോകുന്നത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള എഗ് ഡിസ്കവറി ആൻഡ് ഇൻക്യുബേഷൻ സെൻറ്റർ എഗ്സ് വേൾഡ് എന്ന് പറയുന്ന ആ ഒരു സെൻറ്ററിലേക്കാണ്. ഇതും നമ്മുടെ സഫാരി വേൾഡിനകത്ത് തന്നെയാണ് ഇതുള്ളത്. ഇവിടെ ബേസിക്കലി പാരറ്റ് എഗ്സ് ആണ് ഇവർ മെയിനായിട്ടും ഹാച്ച് ചെയ്യിക്കുന്നത്. പിന്നെ ഓസ്ട്രിച്ചിൻ്റെ എഗ്സൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മുടെ കോഴിമുട്ടകളും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പം ഒരു എഗ്ഗിനെ സംബന്ധിച്ച് എഗ്ഗ് എങ്ങനെയാണ് അത് എംബ്രിയോ ഫോർമേഷൻ ഉണ്ടാകുന്നത് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും പിന്നെ ബേസിക് ആയിട്ടുള്ള ഇവർ ഇത് ഇൻക്യുബേഷൻ ചെയ്യുന്നതിനായിട്ടുള്ള പല പ്രോസസ്സും ഇവർ ലൈവായിട്ട് ചെയ്യുന്നതാണ്. അത് നമുക്ക് കാണാൻ പറ്റും. അവിടെ അത് ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫുകളും കാര്യങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ഓരോ സ്റ്റേജിലും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സും പിന്നെ ഫൈനലായിട്ട് ഹാച്ച് ചെയ്ത് വരുന്ന ആ ഒരു പക്ഷി കുഞ്ഞുങ്ങളെ നമുക്കിവിടെ കാണിക്കാൻ എല്ലാം അവർ സംഭവമെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരിക്കും. നമ്മൾ പഠിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അവർക്ക്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇതും നിങ്ങൾ കുട്ടികളായിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ എഗ്സ് വേൾഡ് എന്ന് പറയുന്നത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, നമ്മൾ പുറത്ത് നിന്ന് ഇപ്പം നമ്മൾ വെയിലത്തേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ സഫാരി വേൾഡൊക്കെ ചുറ്റിക്കറങ്ങി ക്ഷീണിച്ച് വരുമ്പോൾ നമുക്ക് AC കുറച്ച് നേരം നടക്കാൻ പറ്റുന്നൊരു അവസരം കൂടിയാണ് ഈ എഗ്സ് വേൾഡ് നമുക്ക് തരുന്നത്. അങ്ങനെ എഗ് വേൾഡ് കഴിഞ്ഞപ്പോഴാണ് നമുക്കിനി അടുത്ത ബസ് സഫാരിക്ക് ടൈമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ നേരെ പുറത്ത് വന്നു. നമ്മുടെ എൻട്രൻസിന് അവിടെ വന്നിട്ട് നമ്മൾ ബസ് സഫാരിക്ക് നമ്മൾ ടൈം വെച്ചിട്ടുണ്ട്. അവർ ടൈം കാണുന്ന സമയത്ത് അത് നമ്മൾ വന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബസ് സഫാരിയിൽ നമുക്ക് ഏകദേശം ഒരു 200 ഏക്കറോളം കിടക്കുന്ന ഒരു ഏരിയയാണ് ആദ്യമേ പറഞ്ഞത്. അപ്പം ഇവിടെ ഓപ്പണായിട്ട് ഇവിടെ ആനിമൽസിനെ അവർ മേയാൻ വിട്ടിരിക്കുകയാണ്. ഓപ്പൺ ഒരു എക്കോസിസ്റ്റം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം
നമുക്ക് ബസ്സിൽ നമുക്ക് പോകാൻ പറ്റും, പ്രൈവറ്റ് വെഹിക്കിൾസിനും പോകാൻ പറ്റും കേട്ടോ. അവിടുത്തെ ആൾക്കാരാണ് അവർ പ്രൈവറ്റ് വെഹിക്കിൾസിലൊക്കെ പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഈ ബസ് സഫാരിയിൽ നമ്മൾ കാണുന്ന കുറച്ച് അടിപൊളി എക്സൈറ്റ്മെൻറ്റ് കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഗൈസ്, നമ്മൾ നേരത്തെ കണ്ട ജിറാഫ് ടെറസാണ് കണ്ട ജിറാഫുകളൊക്കെ നിൽക്കുന്നുണ്ടോ. നമ്മൾ നേരത്തെ ആ ടെറസിൻ്റെ ഡെക്കിൻ്റെ മുകളിൽ നിന്നാണ് അവരെ കണ്ടത്. ഇതിപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് നിന്ന് അവരുടെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് സീബ്ര ഉണ്ട് കേട്ടോ, ഒരുപാട് സീബ്രാസിനെ നമുക്ക് കാണാൻ പറ്റും. ഇവരൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കൂളായിട്ട് നിൽക്കുകയാണ്. പിന്നെ പ്രൈവറ്റ് വെഹിക്കിൾസൊക്കെ ഒരുപാട് പോകുന്നുണ്ട്, പക്ഷേ അത് വളരെ നീറ്റായിട്ട് അവർ മാനേജ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഇവരുടെ സ്റ്റാഫുകൾ ജിപ്സിയിൽ പല സ്ഥലത്തും ഇതിൻ്റെ സ്റ്റാഫുകൾ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾസിൽ പോയാൽ അവർക്ക് സ്ട്രിക്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഒരിക്കലും പുറത്തിറങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ് ചെയ്യുകയോ ഒരുപാട് നേരം സ്റ്റോപ്പ് അങ്ങനെ അനിമൽസിനെ ഹേർട്ട് ചെയ്യുന്ന അറ്റാക്ക് ചെയ്യുന്ന രീതിയിലൊന്നും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊന്നും ട്രാവൽ ചെയ്യരുതെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് വളരെ സെക്യൂറായിട്ട് അവർ പീസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബസ് സഫാരി എന്ന് പറയുന്നത്. പ്രൈവറ്റ് വെഹിക്കിൾസിന് പോകാൻ പറ്റുന്നുള്ള കാര്യം എനിക്കൊരു അത്ഭുതമായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലും ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ, പക്ഷേ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. നമ്മൾ നേരത്തെ കണ്ട സീബ്രയും ഈ കാണുന്ന പുലിയൊന്നും ഒരേ കോമഡർ അല്ല കേട്ടോ, ഇത് സെപ്പറേറ്റഡ് ആണ്. വലിയൊരു ഫെൻസിങ്ങും പിന്നെ ഓരോ വെഹിക്കിൾ വരുമ്പം ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ജീവനക്കാരൊക്കെ നിൽക്കുന്ന ഒരു 2 സെപ്പറേറ്റ് കോമഡറാണ് ഇവരെല്ലാവരും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സഫാരി എന്ന് പറഞ്ഞാൽ, അതായത് ഈ പുലിയൊക്കെ പിടിച്ച് നിൽക്കുന്നത് പറഞ്ഞാൽ അത് വേറൊരു പാക്കേജ് വരുന്ന വേറൊരു കാറ്റഗറി സഫാരിയാണ്. അതിനകത്ത് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നമുക്ക് കേജ് ആയിട്ടുള്ള ഒരു ട്രാവലറിൽ കൊണ്ടുപോകുന്നൊരു സഫാരിയാണ്. നമുക്ക് നിന്നുകൊണ്ട് പോകാം. അപ്പം ഈ കാട്ടിലിങ്ങനെ അവർ സ്റ്റോപ്പ് ചെയ്യും, അപ്പം നമുക്ക് ഇവരെ ഫീഡ് ചെയ്യാൻ പറ്റും, ഇറച്ചിയും കാര്യങ്ങളൊക്കെ നമുക്ക് തരാം, അപ്പം നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരെ കുറച്ചുകൂടെ അടുത്ത് കാണാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ദേ കരടി ഇരിക്കുന്നുണ്ടോ, ഹിമാലയൻ ബ്ലാക്ക് ബിയർ ആണ് കേട്ടോ നമ്മൾ കണ്ടത്. കാട്ടിലെ ഏറ്റവും അപകടം പിടിച്ച ഒരു ജീവിയാണ് കരടി എന്നാണ് മിക്ക വൈൽഡ് ലൈഫായിട്ടുള്ള ഈ ഫോട്ടോഗ്രാഫേഴ്സും വൈൽഡ് ലൈഫ് ഫോറസ്റ്റുകാരൊക്കെ പറഞ്ഞ് കേട്ടുള്ളത്. കാരണം ഇവർ ഒരിക്കലും നമ്മളെ വെറുതെ കൊടുത്തില്ല, കണ്ട ഒരു അറ്റാക്കിംഗ് പ്രവണത വളരെ കൂടുതലാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവർ വളരെ ശാന്തരായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ വെള്ളത്തിലും 2-3 കരടികളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന മറ്റൊരു അനിമലിനെ കൂടെ ഞാൻ കാണിച്ചു തരാം. വാൾറസ് എന്ന് പറയുന്ന നോർത്ത് പോളിലും ആർട്ടിക് ഓഷ്യനിലൊക്കെ കാണപ്പെടുന്ന ഒരു മാമലാണ്. ഇതിനെ ഇവിടെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് അടുത്തത് കാണാൻ പറ്റും. ഇത് വളരെ സോഷ്യലായിട്ടുള്ള ആനിമലാണെന്നാണ് അറിയാൻ കഴിയുന്നത്, കാണുന്ന പോലൊന്നുമല്ല. അപ്പോൾ നമ്മുടെ സഫാരി വേൾഡിൻ്റെ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യേണ്ട വൺ ഓഫ് ദ മോസ്റ്റ് റെക്കമെൻഡഡ് പ്ലേസിലൊന്നാണ് സഫാരി വേൾഡ്. നിങ്ങൾ പാക്കേജിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ സഫാരി വേൾഡ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവർ, തായ്ലൻഡിൽ പാക്കേജ് ഇല്ലാതെ വരാൻ ആഗ്രഹിക്കുന്നവർ ഫസ്റ്റ് പാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അപ്പോൾ നമ്മുടെ ഇനിയുള്ള തായ്ലൻഡ് സീരീസിൻ്റെ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ വ്യൂവേഴ്സ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ദീപക് ആൻഡ് ശില്പ വൈൻഡിങ് ഔട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മല്ലു ഗരാജ്. താങ്ക് യു.